NSO മലയങ്കിഴ് കരാട്ടെ ക്ലബ്ബിലെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങും സ്റ്റേറ്റ് മെഡലിസ്റ്റുകൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ലഹരിവിരുദ്ധ സെമിനാറും വാർഡ് മെമ്പർ OG ബിന്ദുവിൻ്റെ അധ്യക്ഷതയിൽ കാട്ടാക്കട MLA MR ബൈജു ഉദ്ഘാടനം ചെയ്തു. NSO കരാട്ടെ ചീഫ് ഷിഹാൻ ബിജുകുമാർ സ്വാഗതം ആശംസിച്ചു. മലയങ്കിഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിയാദുൽ അക്സർ മുഖ്യപ്രഭാഷണം നടത്തി. മലയങ്കിഴ് സബ് ഇൻസ്പെക്ടർ റോയ് എബ്രഹാം വിശിഷ്ട അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം സുരേഷ് ബാബു സ്റ്റേറ്റ് മെഡലിസ്റ്റുകളെ ആദരിച്ചു. നേമം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചന്ദ്രൻ നായർ SSLC ഉന്നത വിജയികളെ ആദരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് അക്ഷയ് സൂര്യ BL, അനൂപ് T, വിഘ്നേഷ് VR, അദ്വൈത രാജേഷ്, നിഹാര AR, അഭിനവ KR, NSO കരാട്ടെ ജോയിൻറ്റ് സെക്രട്ടറി സാജൻ, NCC ഓഫീസർ വിവേക് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് തേർഡ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് അനഘ S സംസാരിച്ചു. അതിന് രണ്ടിരട്ടി നമ്മുടെ മക്കൾക്ക് അടിച്ചു നേടാൻ കഴിഞ്ഞു. കാരണം അവരുടെ കഴിവ് ഇവിടെ കാണാതെ പോകുന്നു എന്നാണ് പറയുന്നത്. കാരണം പല മേഖലകളിലും കരാട്ടെ എന്ന് കേൾക്കുമ്പോൾ അത് മുൻകാലങ്ങളിൽ മറ്റുള്ളവരെ അടിക്കാനും അങ്ങനെയുള്ള ഗുണ്ടായിസം എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത്. പക്ഷേ ശരിക്കൊരു കരാട്ടെ പഠിച്ച ഒരു ആളെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഒരു ആളെയും അടിക്കാൻ പോയില്ല. ഒരു ലഹരിക്ക് പിന്നെ അതിൻ്റെ ബാക്കിലോട്ട് പോയി ജീവിതം നശിപ്പിച്ചു കളയില്ല. നല്ലൊരു അച്ചടക്കം ഉണ്ടാവും, ഒരു പഞ്ച്വാലിറ്റി ഉണ്ടാവും. കാരണം ഞാനിവിടെ ക്ഷണിച്ച എല്ലാവരോടും പറഞ്ഞ് 12 മണി നമുക്ക് ആ ടൈമിൽ തന്നെ നമുക്ക് ചെയ്യണം. നമുക്ക് ഒരു ടൈമിംഗ് കറക്റ്റാണ്. നമ്മളെ കുട്ടികൾ ക്ലാസ്സിലേക്ക് താമസിച്ച് വരാനില്ല. എത്തിയാൽ കൃത്യമായി നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ അതിനകത്ത് ഇടപെടും എന്നുള്ളത് ഈ കരാട്ടെ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രധാന ഒരു ഘടകമായി മാറുന്നു. നേരത്തെ നമ്മുടെ ബിന്ദു സൂചിപ്പിച്ചില്ലേ, ഇവിടുത്തെ ജാഗ്രതാ സമിതി ഓഫീസ് എന്ന് പറയുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെ നടക്കുന്ന പ്രത്യേകിച്ചും 10ാം ക്ലാസ്സിലെ ഉന്നത വിജയികളെ ആദരിക്കുകയും കരാട്ടയുടെ സ്റ്റേറ്റ് ടൂർണമെന്റ് വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുന്ന ഈ വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമായി കരുതുകയാണ്. നിങ്ങളോടുള്ള ആ സ്നേഹവും നിങ്ങളുടെ ഈ കായിക മേഖലയിൽ നിങ്ങൾ കാണിക്കുന്ന മികവിനെ വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനുള്ളൊരു മുഖ്യ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ പറയില്ലേ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. അത് ചെറുപ്പത്തിലേ തന്നെ നമ്മളത് ശീലിപ്പിച്ചെടുക്കണം. വയസ്സായ ഒരാൾക്ക് അവരെത്ര പറഞ്ഞാലും എന്തെയില്ല, ഒരു ചെവി കൂടെ കേട്ട് വേറെ ചെവി കൂടെ കളയും. ഇവിടെ കുടുംബ പ്രശ്നങ്ങൾക്ക് വേണ്ടി ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ നല്ലൊരു കാര്യമാണ്. ടീം കഴിഞ്ഞ 6-7 വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും എന്നെ കൂടി പങ്കെടുക്കാറുമുണ്ടായിരുന്നു. ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 20 വർഷക്കാലം കൊണ്ട് മലയങ്കിഴ് പള്ളിക്കൂടങ്ങളിൽ ഈ മാർഷൽ ആർട്സിന്റെ പരിശീലനം നടത്തുന്നത് പോലും ഈ സ്ഥാപനമാണ് എന്നത് ഞാൻ അഭിമാനപൂർവ്വം അദ്ദേഹത്തിൻ്റെ ടീമിനെ മനസ്സിലാക്കിയത്. കുട്ടികളെ നമുക്ക് ഇന്ന് കുട്ടികൾ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ, കൊള്ളരുതായ്മകൾ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കെട്ടിടം നമ്മുടേതായിട്ടുള്ള കെട്ടിടത്തിലേക്കാണ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ജൂൺ മാസം 5-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട MLA